മൊഡ്യൂൾ 3 ആദ്യത്തെ ടോപ്പിക്കാണ് പാക്കേജസ് ഇൻ ജാവ എന്ന് പറയുന്നത്. അപ്പം എന്താണ് പാക്കേജുകൾ നമുക്ക് നോക്കാം. പാക്കേജ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാമിനകത്ത് ആവശ്യമുള്ള ക്ലാസ്സുകളെയും ഇൻ്റർഫേസുകളെയും ഓർഗനൈസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ സ്പേസിൽ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പാക്കേജ് എന്ന് പറയാം. സപ്പോസ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു ഫോൾഡർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോൾഡറിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് മാത്രമായിട്ട് ആ ഫോൾഡറിനകത്ത് സേവ് ചെയ്യില്ലേ, ആ കാര്യത്തെയാണ് നമ്മൾ പാക്കേജ് എന്ന് പറയാം. സോ എന്തിനാണ് ജാവയിൽ പാക്കേജുകൾ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ജാവ പ്രോഗ്രാമിൽ പലതരത്തിലുള്ള ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സുകൾക്കൊക്കെ ഒരേ പേരുകളുണ്ട്, പക്ഷേ ആ ക്ലാസ്സുകളൊന്നും നമ്മളുടെ പ്രോഗ്രാമിന് ആവശ്യമുള്ളതായിരിക്കണം എന്നില്ല. അപ്പം നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ മാത്രം നമ്മളുടെ പാക്കേജിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഓക്കെ, നമുക്ക് അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാക്കേജ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്ലാസ്സുകളും ഡാറ്റാബേസുകളും എന്ന് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ലോജിക്കലി നമുക്ക് വേണ്ടത് മാത്രം സെലക്ട് ചെയ്ത് നമ്മളുടെ പാക്കേജിലോട്ട് ആഡ് ചെയ്ത് ആ പാക്കേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ദെൻ ഇതിനകത്ത് മറ്റൊരു കാര്യം പിന്നെ ആക്സസ് മോഡിഫയേഴ്സ്. സോ ആക്സസ് മോഡിഫയേഴ്സും പാക്കേജും തമ്മിൽ എന്താ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആക്സസ് മോഡിഫയേഴ്സ് ഈ പാക്കേജുകളിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ആക്സസ് കൊടുത്താൽ മതി, എല്ലാവർക്കും എല്ലാം കൊടുക്കണം എന്നില്ല. ഓക്കെ, സോ ഒരു കൺട്രോൾ ആക്സസ് തന്നെ നമുക്ക് പാക്കേജിനകത്ത് കൊണ്ടുവരാൻ കഴിയും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരേ കോഡ് തന്നെ പലതവണയായിട്ട് റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പാക്കേജുകളെ യൂസ് ചെയ്യുക. ഇനി ഇത് രണ്ട് തരത്തിലുള്ള പാക്കേജസ് ആണ് പറയുന്നത്. ഒന്ന് ബിൽഡ് ഇൻ പാക്കേജസ് ഉണ്ട്, പിന്നെ യൂസർ ഡിഫൈൻഡ് പാക്കേജ് ഉണ്ട്. ബിൽഡ് ഇൻ പാക്കേജ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നു. ബിൽഡിംഗ് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ അത് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ java.lang, java.util എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി ബിൽഡിങ് ചെയ്ത് വെച്ചതിനെയാണ് നമ്മൾ ബിൽഡ് ഇൻ പാക്കേജസ് എന്ന് പറയുക. ദെൻ യൂസർ ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിരിക്കും. അതായത് നമ്മുടെ യൂസർ എന്ത് രീതിയിലുള്ള പ്രോഗ്രാമാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് ആവശ്യമുള്ള പാക്കേജുകളെ നമ്മൾ യൂസർ ഡിഫൈൻഡ് പാക്കേജസ് എന്ന് പറയും. സോ എങ്ങനെയാണ് ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം ക്രിയേറ്റ് എ ഫയൽ നെയ്മഡ് മൈ ക്ലാസ് ഡോട്ട് ഇൻ എ ഫോൾഡർ കാൾഡ് മൈ പാക്ക്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയണേ, ഒരു ഫയൽ നമ്മൾ ആദ്യം മൈ ക്ലാസ് ഡോട്ട് ജാവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് മൈ ക്ലാസ് ഡോട്ട് ജാവ എന്ന് പറഞ്ഞൊരു ഫയൽ നെയിം ക്രിയേറ്റ് ചെയ്യാണ്. ദെൻ പാക്കേജ് മൈ പാക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പാക്കേജ് മൈ പാക്ക് എന്ന് പറയുന്ന സമയത്ത് അവിടെയാണ് നമ്മുടെ പാക്കേജ് ഡിക്ലറേഷൻ നടക്കുന്നത്. സംഭവം ഒന്നുമില്ല, മൈ പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ നമ്മൾ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കീവേഡ് ശ്രദ്ധിക്കണം. പാക്കേജ് എന്ന് പറഞ്ഞ കീവേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തിന്? അവിടെ ഒരു മൈ പാക്ക് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഏത് പേരിലാണ് ഫയൽ സേവ് ചെയ്യുന്നത്? മൈ ക്ലാസ് ഡോട്ട് ജാവ എന്ന്. സംഭവം ഒന്നുമില്ല, മൈ ക്ലാസ് ഡോട്ട് ജാവ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫയൽ വന്നിട്ട് മൈ പാക്ക് എന്ന് പറഞ്ഞ ഫോൾഡറിലോട്ട് പോയി സേവ് ആവും, അല്ലെങ്കിൽ ക്രിയേറ്റ് ആവും. ഓക്കെ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഇനി പബ്ലിക് ക്ലാസ് മൈ ക്ലാസ്, സാധാരണ പോലെ ഒരു ക്ലാസിൻ്റെ പേര് കൊടുത്തു, നമ്മൾ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഒരു ഫംഗ്ഷൻ കൊടുക്കുകയാണ് നമ്മൾ, പബ്ലിക് വോയിഡ് ഷോ മെസ്സേജ് എന്തോന്ന് പറഞ്ഞ് ഫംഗ്ഷൻ കൊടുത്തു. ദെൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഹലോ ഫ്രം മൈ പാക്ക് ഡോട്ട് മൈ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ അതിനകത്തോട്ട് പ്രിന്റ് ചെയ്യണം. ആ ഫയലിനകത്തോട്ട് നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് പാക്കേജ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുക, ആ പാക്കേജിന് ഒരു പേര് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാക്കേജിനകത്ത് ആ ഫയൽ പോയിട്ട് സേവ് ആവും. ഇതാണ് ബേസിക് ആയിട്ട് ഒരു പാക്കേജ് ക്രിയേഷൻ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. അടുത്തത് കമ്പൈലിംഗ് ദ പാക്കേജ്. അപ്പോൾ നമ്മളൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ നോർമലി നമ്മൾ കമ്പൈൽ ചെയ്യാൻ നമുക്ക് അറിയാം, ജാവ സി എന്ന് പറഞ്ഞിട്ട് ആ ഫയലിൻ്റെ പേര് കൊടുത്താൽ നമുക്ക് സാധാരണയായിട്ട് കമ്പൈൽ ചെയ്ത് കിട്ടും. പക്ഷെ പാക്കേജുകൾ വരുന്ന സമയത്ത് മൊത്തം ഒരു സിംഗിൾ ഫയൽ അല്ല നമ്മൾ കമ്പൈൽ ചെയ്യുക, മൊത്തം ആ പാക്കേജിനെ മൊത്തമായിട്ടായിരിക്കും നമ്മൾ കമ്പൈൽ ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നോക്കിയേ, ടെർമിനലിനകത്ത് പോയിട്ട് ജാവ സി -d എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. -d എന്ന് പറയുക അല്ലെങ്കിൽ -d എന്ന് പറയുമ്പോൾ ഇതെന്താ സംബന്ധിച്ചാൽ ഡെസ്റ്റിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഫോൾഡറിൻ്റെ ഡെസ്റ്റിനേഷനിൽ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഫയലിനെ നമ്മൾ കമ്പൈൽ ചെയ്തെടുക്കുക. അതാണ് ഇവിടെ -d. ഇത് മുന്നേ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ -d എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ മൈ ക്ലാസ് ഡോട്ട് ജാവ, അതായത് നമ്മുടെ ക്ലാസ് ജാവ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയൽ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ക്ലാസ് ജാവയിൽ ആ പാക്കേജിനകത്ത് പോയിട്ട് നിങ്ങൾ കമ്പൈൽ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ,
ഇനി എങ്ങനെയാണ് നമ്മളൊരു പാക്കേജ് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു പാക്കേജിനകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഒരു ഫോൾഡറിൽ നിന്ന് മറ്റൊരു ഫോൾഡറിലേക്ക് ഈ പാക്കേജിനെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും? ഓക്കെ, അതായത് ഞാനൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ആപ്പിന് നിങ്ങളുടെ ആപ്പിൽ കുറച്ച് ഡീറ്റെയിൽസ് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആപ്പിന് ഡീറ്റെയിൽസ് ആവശ്യമുള്ള സമയത്ത് ഞാൻ എന്താ ചെയ്യുക, എൻ്റെ ആപ്പിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ ആപ്പിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യും. ഇല്ലേ, നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാട്ടുകളൊക്കെ ഇമ്പോർട്ട് ചെയ്തെടുക്കില്ലേ മറ്റൊരു സ്ഥലത്ത് നിന്ന്, അത് തന്നെയാണ്. അപ്പോൾ വേറൊരു പാക്കേജിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫോൾഡറിൽ നിന്ന് നമ്മളുടെ പ്രോഗ്രാമിലോട്ട് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കണേ. അതാണ് നോക്കാം. അപ്പോൾ ഇതിനകത്ത് പിന്നെ test.java എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റ് എ ഫയൽ ഇൻ ദ സെയിം ഫോൾഡർ ഓർ ഡിഫറെൻറ്റ് ഫോൾഡർ. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം. ഇമ്പോർട്ട് pack.myclass. അപ്പോൾ ഇതിനർത്ഥം എന്തോ ആദ്യം ചെയ്യണത്, ഇമ്പോർട്ട് ദ ക്ലാസ് ഫ്രം ദ പാക്കേജ്. അപ്പോൾ പാക്കേജിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലാസ്സിനെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ പ്രോഗ്രാമിലോട്ട് പാക്കേജിൽ നിന്ന് നമ്മൾ ക്ലാസ്സിനെ കൊണ്ടുവന്നു. പബ്ലിക് ക്ലാസ് ടെസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ARGS ആസ് യൂഷ്വൽ നമ്മൾ വോയിഡ് മെയിൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് വേണം, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മൈ ക്ലാസ് ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ മൈ ക്ലാസ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഒബ്ജക്റ്റ് ഡോട്ട് ഷോ മെസ്സേജ് ഇങ്ങനെ കൊടുത്താൽ മാത്രം എന്ത് ചെയ്യത്തുള്ളൂ, ആ പാക്കേജ് ഇൻവോക്ക് ആവുള്ളൂ. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് ഒരു പ്രോഗ്രാം ഇൻവോക്ക് ആവത്തുള്ളൂ. സോ ഇങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് എന്ത്, ദിസ് ക്രിയേറ്റ് എ മൈ പാക്ക് ഡയറക്ടറി ആൻഡ് പ്ലേസസ് ഡോട്ട് ക്ലാസ് ഫയൽ ഇൻസൈഡ്. അപ്പോൾ ഇതുകൂടെ ചെയ്താൽ മാത്രമാണ് ഒരു മൈ പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറിയിൽ പോയിട്ട് ഡോട്ട് ക്ലാസ് ഫയൽ പോയി അതിനകത്ത് സേവ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഫയലുകളെയും ആ പാക്കേജിനകത്ത് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, ആദ്യം ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ആദ്യം കണ്ട ക്രിയേറ്റിംഗ് എ പാക്കേജ്. അപ്പോൾ ഒരു പാക്കേജ് നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, അതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ നടന്നത്. രണ്ടാമത്തത് ആ ഫോൾഡറിനകത്ത് നമ്മൾ എന്ത് പറയണം, നമ്മളൊരു പാക്കേജിനെ നമ്മൾ എങ്ങനെ കമ്പൈൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കി. അപ്പം myclass.java. ഓക്കെ, myclass.java എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് കമ്പൈൽ ചെയ്ത് കിട്ടും. ഇനി അതേപോലെ തന്നെ ഒരു പാക്കേജിൽ ഒരു ഫോൾഡർ നമ്മൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മളൊരു ഫയൽ ഇൻസേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്ത് ചെയ്യും, ഈ തേർഡ് സ്റ്റെപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ഏത് പാക്കേജിനകത്താണോ വേണ്ടത് അതിനകത്തോട്ട് നമ്മുടെ ക്ലാസ് ഫയലിനെ ഇമ്പോർട്ട് ചെയ്യുക. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സിനെ നമ്മുടെ പാക്കേജിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അതിന് വേണ്ട ഒബ്ജക്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാക്കേജിനകത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പുറത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് ഫയൽ നമ്മുടെ പാക്കേജിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ദെൻ ഇതെങ്ങനെയാണ് റൺ ചെയ്യാന്നുള്ളത് നോക്കാം. കമ്പൈലിംഗ് ആൻഡ് റണ്ണിങ്. സോ ജാവ test.java എന്ന് പറഞ്ഞ് നോക്കാം. അപ്പോൾ ജാവ test.java എന്ന് പറയുന്നത് നമ്മൾ കമ്പൈൽ ചെയ്യും. ദെൻ JavaC test.java. ദെൻ ജാവ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റൺ ചെയ്യും. ഇതൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഹലോ ഫ്രം മൈ പാക്ക് ഡോട്ട് മൈ ക്ലാസ് എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, കാരണം ഇത് നമ്മൾ പ്രീവിയസ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, ഹലോ ഫ്രം മൈ പാക്ക് ഡോട്ട് മൈ ക്ലാസ് നമ്മൾ നമ്മുടെ പാക്കേജിനകത്തോട്ട് ഈ ക്ലാസ് ഫയലിൽ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് റൺ ചെയ്യണമെന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. ഓക്കെ.